നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും നല്ല ഭരണം ഏറ്റവും നല്ല രീതിയിൽ ആരാണെങ്കിലും അത് ജനങ്ങളെ സേവിക്കുന്ന തരത്തിലുള്ള അവരുടെ നാടിനെ നന്നാവുന്ന തരത്തിലുള്ള ഒരു ഭരണം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു. ഏതാ ആണോ? നമുക്ക് പിഷാരടി വിളിച്ചു ചോദിക്കാം. നല്ല വ്യക്തിത്വങ്ങൾ വിജയിക്കട്ടെ. വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാടിന് വേണ്ടിയിട്ട് നാടിനെ നന്മ ചെയ്യാനായിട്ടുള്ള കഴിവും പ്രാപ്തിയുമുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള നല്ല മനസ്സുള്ള വ്യക്തിത്വങ്ങൾ വിജയിക്കട്ടെ. അത് പാർട്ടി ഭേദമന്യേ ആരാണെങ്കിലും. അതെ, അതുപോലെ തന്നെ പലരും ഉണ്ട്. സിനിമയിൽ നിന്നും പിഷാരടി അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിലെ വ്യത്യാസമൊന്നുമില്ല. ഇത് ഞാൻ സൂചിപ്പിച്ച പോലെ നാടിന് നന്മ വരുന്ന ആരാണെങ്കിലും അത് പാർട്ടി ഭേദമന്യേ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കഴിവതും അതെ. So thank you very much. അനുജ, വോട്ട് ചെയ്തിറങ്ങിയ കുഞ്ചാക്കോ ബോബനോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. രമേഷ് പിഷാരടിയുടെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് വരുന്നതെന്ന് മാത്രമല്ല കുഞ്ചാക്കോ ബോബന്റെ കുടുംബ സുഹൃത്തു കൂടിയാണ് രമേഷ് പിഷാരടി. അപ്പോൾ വളരെ തന്ത്രപൂർവ്വമാണ് അതിന് മറുപടി കൃത്യമായി പറയാതെ അദ്ദേഹം രമേഷ് പിഷാരടിയോട് വിളിച്ചു ചോദിക്കാമെന്നൊക്കെ പറയുകയാണ്. അദ്ദേഹം ആലപ്പുഴ സെയിന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിലാണ് വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കുഞ്ചാക്കോ ബോബൻ. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വിപിൻ സി വിജയനാണ്. മധ്യകേരളത്തിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള വിവരങ്ങൾ സമാഹരിച്ചാണ് വിപിൻ സി വിജയൻ ആ റിപ്പോർട്ട് നൽകിയത്. വിപിൻ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? വോട്ടർമാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഏതെങ്കിലും പോളിംഗ് ബൂത്തുകൾ ഉണ്ടോ? എവിടെ നിന്നെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ? സുരക്ഷാ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ മധ്യകേരളത്തിൽ? SGK നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കാര്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രതിസന്ധികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതാണ് ഈ വോട്ട് എടുപ്പ് ആരംഭിച്ച് കഴിഞ്ഞ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു ഡസനിലേറെ പരാതികൾ, അതായത് വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാവുന്നു എന്നുള്ള വ്യാപക പരാതികൾ ആദ്യഘട്ടത്തിൽ ഉയരുന്നു. അല്ലെങ്കിൽ 2-3 മണിക്കൂർ ക്യൂ നീണ്ടു നിൽക്കുന്നു, ഒട്ടും തന്നെ നീങ്ങുന്നില്ല എന്നുള്ള പരാതികൾ. പക്ഷേ ഇപ്രാവശ്യം അതങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനെ എടുത്തു പറയേണ്ടതാണ്. ആ ഒരു പരിശ്രമം അവരുടെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ 12 മണി വരെയുള്ള ഒരു കണക്ക് വെച്ച് നോക്കുമാവാം. ചില പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു 10-ന് താഴെ സ്ഥലങ്ങളിൽ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കുന്നു. പക്ഷേ അതൊക്കെ തന്നെ അടുത്ത സമയത്തിനുള്ളിൽ തന്നെ അത് പരിഹരിക്കാനും ഇത് ഇലക്ഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. വലിയ ഒരു സംഘർഷ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാക്ക് തർക്കങ്ങളിലേക്കോ ഇതുവരെയും പോയിട്ടില്ല. പക്ഷേ തൃശ്ശൂരിൽ TN പ്രതാപനെ തടഞ്ഞ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആലുവയിൽ ഒരു CPM-ന്റെ ഫ്ലക്സ് കീറിയതുമായി ബന്ധപ്പെട്ടിട്ടും അവിടെയും ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ പോലീസ് ഇടപെട്ട് ഇപ്പോൾ ഒന്ന് ശാന്തമാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ വന്നതുപോലെ തന്നെ സെലിബ്രിറ്റികളെല്ലാം തന്നെ എത്തുകയും അവർ വോട്ട് ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. രാവിലെ 7 മണി മുതൽ തന്നെ അതിൻ്റെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ സാധിച്ചു വരുന്നു. ഇപ്പോൾ പൃഥ്വിരാജ് വോട്ട് ചെയ്തിരിക്കുന്നു, മമ്മൂട്ടി വോട്ട് ചെയ്തു, രഞ്ജി പണിക്കർ, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ് തുടങ്ങിയവരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ദിലീപും കാവ്യമാധവനും വോട്ട് ചെയ്യും എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടേൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രമുഖർ, സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവരെല്ലാം തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി അതൊരു നല്ല സൈനാണ്. കാരണം വിവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ആളുകൾ രാവിലെ തന്നെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തി, വോട്ട് ചെയ്യാൻ എത്തി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ഏതെങ്കിലും തരത്തിൽ മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു നല്ല പ്രേരണയായി അത് മാറും. അതിൽ നമുക്ക് ചലച്ചിത്ര താരങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരുണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളും ഇന്നിപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ പറഞ്ഞതുപോലെ നാടിനെ സേവിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളാണ് വിജയിച്ചു വരേണ്ടത് എന്ന അഭിപ്രായം കുഞ്ചാക്കോ ബോബൻ വോട്ട് ചെയ്ത ശേഷം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.